ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ പരിശീലകനായിക്കൊണ്ട് സ്പാനിഷ് പരിശീലകനായ ഡേവിഡ് കാറ്റിലയെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ അധികമൊന്നും ആയിട്ടില്ല. കഴിഞ്ഞ സൂപ്പർ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിച്ചത് അദ്ദേഹമാണ്. പക്ഷേ തിളങ്ങാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത. ഡേവിഡ് കാറ്റിലക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് 1 വർഷത്തെ കോൺട്രാക്റ്റാണ് നൽകിയത് എന്നായിരുന്നു റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. എന്നാൽ ഫാൻ അഡ്വൈസറി ബോർഡിന്റെ മീറ്റിംഗിൽ ഇതേക്കുറിച്ച് സ്പോർട്ടിംഗ് ഡയറക്ടറായ സ്കിൻകിസ് ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. ഒരു വ്യക്തത അദ്ദേഹം വരുത്തിയിട്ടുണ്ട്. അതായത് 1 വർഷത്തേക്ക് കൂടി ഈ പരിശീലകന്റെ കരാർ പുതുക്കാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ലഭ്യമാണ്. പക്ഷെ ക്ലബ്ബ് ഒരു നിശ്ചിത ടാർഗറ്റുകൾ അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ചിട്ടുണ്ട്. ആ ലക്ഷ്യം മറികടക്കാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് പുതുക്കപ്പെടും. അത്തരത്തിലുള്ള ഒരു ഓപ്ഷനാണ് അദ്ദേഹത്തിന് മുന്നിലുള്ളത്. അതായത് 1 വർഷത്തേക്കുള്ള കോൺട്രാക്ട് അവിടെയുണ്ട്. കൂടാതെ മറ്റൊരു വർഷത്തേക്ക് കൂടി കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും ലഭ്യമാണ്. പക്ഷെ അതിന് ചില ക്രൈറ്റീരിയകളൊക്കെ ഉണ്ട് എന്നാണ് സ്പോർട്ടിംഗ് ഡയറക്ടർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഇനി ഈ പരിശീലകനെ കുറിച്ച് SD ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെയാണ്: ഡേവിഡ് കാറ്റിലക്ക് സക്സസ് ആവാനുള്ള കഴിവുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. വളരെ ചെറിയ സമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹം ഞങ്ങളെ ഇംപ്രസ് ചെയ്യിച്ചിട്ടുണ്ട്. ഇതാണ് സ്പോർട്ടിംഗ് ഡയറക്ടറായ സ്കിൻകിസ് പറഞ്ഞിട്ടുള്ളത്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സ്പാനിഷ് പരിശീലകനിൽ വിശ്വസിക്കുന്നുണ്ട്. അടുത്ത സീസണിൽ സക്സസ് ആവാനുള്ള എല്ലാ കഴിവും ഈ പരിശീലകനുണ്ട് എന്നാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് വിശ്വസിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.